സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മൂന്നാറിലേക്കുള്ള യാത്ര വിനോദസഞ്ചാരികൾ ഒഴിവാക്കണമെന്ന ഇടുക്കി ജില്ലാ കളക്ടർ. മണ്ണിടിച്ചിലിനെ തുടർന്ന് മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. ശാന്തൻപാറ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർക്കും ഡെങ്കിപ്പനി ബാധിക്കുന്നത് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. ശാന്തൻപാറയിൽ പ്രവർത്തിക്കുന്ന പൊന്മുടി ബോഡിൻമെട്ട് ഫോറസ്റ്റ് ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർക്കും ഡെങ്കിപ്പനി. സ്ത്രീകൾക്കായി സൗജന്യ യാത്ര അനുവദിച്ച പ്രിയദർശിനി പദ്ധതി യാഥാർത്ഥ്യമായതോടെ സാമ്പത്തിക നഷ്ടം മൂലം ഹൈറേഞ്ചിലെ ഉൾമേഖലകളിലേക്കുള്ള സർവീസ് അവസാനിപ്പിച്ച സ്വകാര്യ ബസ് ഉടമകൾ. അടിമാലി, മാങ്കുളം, ആനക്കുളം റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ് സർവീസ് അവസാനിപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പള്ളിവാസൽ പോതമേട്ടിൽ മൂന്നാർ പോലീസ് നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിനിയായ 72-കാരി ലക്ഷ്മിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മൂന്നാറിലേക്കുള്ള യാത്ര വിനോദസഞ്ചാരികൾ ഒഴിവാക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴയുടെ സാഹചര്യത്തിൽ ഈ റോഡ് വഴിയുള്ള യാത്ര വിനോദസഞ്ചാരികൾ പരമാവധി ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം മൂന്നാർ CSI പള്ളിക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിലാണ് കളക്ടറുടെ നിർദ്ദേശം. മണ്ണിടിച്ചിലിനെ തുടർന്ന് വിള്ളലുണ്ടായ കെട്ടിടത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. പ്രദേശത്ത് ആവശ്യമായ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴ മൂലം ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുമുണ്ട്. അപകട സാധ്യതാ മേഖലകളിൽ ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രദേശം സന്ദർശിച്ച ദുരന്ത സാധ്യതാ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ദുരന്ത നിവാരണ അതോറിറ്റി ഹസാർഡ് അനാലിസ്റ്റിനെ ചുമതലപ്പെടുത്തി. സിറ്റി വിഷൻ ഇടുക്കി. ശാന്തൻപാറ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർക്കും ഡെങ്കിപ്പനി ബാധിക്കുന്നത് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ശാന്തൻപാറയിൽ പ്രവർത്തിക്കുന്ന പൊന്മുടി ബോഡിമെട്ട് ഫോറസ്റ്റ് ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർക്കും ഡെങ്കിപ്പനി ബാധിച്ചു. ഉദ്യോഗസ്ഥരില്ലാതായതോടെ താൽക്കാലികമായി പകരം ഉദ്യോഗസ്ഥരെ നിയമിച്ചാണ് പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ശാന്തൻപാറ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് ഡെങ്കിപ്പനി ബാധിക്കുന്നത് പല ഓഫീസുകളുടെയും പ്രവർത്തനം താളം തെറ്റിക്കുന്നു. ശാന്തൻപാറയിൽ പ്രവർത്തിക്കുന്ന പൊന്മുടി ബോഡിമെട്ട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസുകളിലെ ജീവനക്കാർക്ക് ഡെങ്കിപ്പനി ബാധിച്ച ആശുപത്രിയിലായതോടെ ഓഫീസിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന അവസ്ഥയിലെത്തി. ഇതോടെ താൽക്കാലികമായി മറ്റിടത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് നിയമിച്ചാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിലവിൽ 4 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിലൊരാൾ തീവ്രപരിചരണ വിഭാഗത്തിലും ചികിത്സയിൽ തുടരുന്നു. അതീവ ജാഗ്രതയോടെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തണമെന്നതാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ പൂപ്പാറ. രാജാക്കാട്ടിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായ രാജാക്കാട് മെഡിക്കൽ സെന്ററിൽ വിവിധ വിഭാഗങ്ങൾക്കൊപ്പം 24 മണിക്കൂറും സേവനം നൽകുന്ന ഗൈനക്കോളജി വിഭാഗവും പ്രവർത്തനം ആരംഭിച്ചു. അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ ശസ്ത്രക്രിയയും പ്രസവ ശുശ്രൂഷയും മറ്റ് ചികിത്സകളും 24 മണിക്കൂറും ലഭ്യമാക്കുന്ന തരത്തിലാണ് ഗൈനക്കോളജി വിഭാഗത്തിന്റെ പ്രവർത്തനമെന്ന് ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ NV സത്യബാബു വ്യക്തമാക്കി. പ്രിയപ്പെട്ടവരെ, രാജാക്കാട് പോലെയുള്ള മലയോര മേഖലയിലെ ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഉള്ള ആശുപത്രികൾ ഇല്ലാതിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് രാജാക്കാട് മെഡിക്കൽ സെൻറ്റർ എന്ന പേരിൽ കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ രാജാക്കാട് സെൻട്രൽ ജംഗ്ഷനിൽ തന്നെ വിവിധ സ്പെഷ്യാലിറ്റികൾ ഉൾപ്പെടെ ഉള്ള അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ആരംഭിച്ചിരിക്കുന്നത്. ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മെഡിസിൻ, സർജറി, ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, അതുപോലെ തന്നെ ഡയബറ്റോളജി, പൾമണോളജി, ഓർത്തോ, ENT എന്നീ വിഭാഗങ്ങളിലെ ചികിത്സാ സൗകര്യങ്ങളും അതുപോലെ തന്നെ എമർജൻസി മെഡിസിൻ ഉൾപ്പെടെയുള്ള കാഷ്വാലിറ്റി സൗകര്യവും ലഭ്യമാണ്. 24 മണിക്കൂറും സേവന സന്നദ്ധമായിട്ടുള്ള ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ ഡോക്ടർ സത്യബാബു, ഡോക്ടർ കൃഷ്ണേന്ദു, ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഗൈനക്കോളജി വിഭാഗത്തിൽ എല്ലാവിധ പ്രസവവും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രസവ ശസ്ത്രക്രിയകളും 24 മണിക്കൂർ സമയവും ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾക്കും കുട്ടികളില്ലാത്തവർക്കുള്ള ചികിത്സ, എല്ലാ രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങളും
അതുപോലെ വന്ധ്യംകരണ ശസ്ത്രക്രിയ, ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയ ഇവിടെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഗർഭാശയ മുഴകളും അതിനോടനുബന്ധിച്ചുള്ള ഗർഭാശയ രോഗങ്ങൾക്കും എല്ലാമുള്ള ആധുനിക ചികിത്സാ രീതികൾ നമ്മുടെ ആശുപത്രിയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറഞ്ഞ ചിലവിൽ നടത്തപ്പെടുന്നതാണ്. സ്ത്രീകൾക്കായി സൗജന്യ യാത്ര അനുവദിച്ച പ്രിയദർശിനി പദ്ധതി യാഥാർത്ഥ്യമായതോടെ സാമ്പത്തിക നഷ്ടം മൂലം ഹൈറേഞ്ചിലെ ഉൾമേഖലകളിലേക്കുള്ള സർവീസുകൾ അവസാനിപ്പിക്കുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. 30 വർഷത്തിലാദ്യമായാണ് അടിമാലി, മാങ്കുളം, ആനക്കുളം റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ് സർവീസ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ദീർഘദൂര മേഖലകളിലേക്ക് ജനങ്ങളുടെ ഗതാഗതത്തിനുള്ള ഏക ആശ്രയമായിരുന്നു പല സ്വകാര്യ ബസ്സുകളും. ഇതിൽ തന്നെ പലതും കാര്യമായ സാമ്പത്തിക നേട്ടമില്ലാതിരുന്നിട്ടും കൂടി സർവീസ് നടത്തുന്നവയായിരുന്നു. പിന്നീട് മേഖലകളിലേക്ക് KSRTC ബസ്സുകൾ അനുവദിച്ചെങ്കിലും ഇതിൽ ഭൂരിഭാഗവും സ്വകാര്യ ബസ്സുകളുടെ സമയത്തിന് തൊട്ടുചേർന്നാണ്. ഇതുമൂലം ഇരു ബസ്സുകളിലും സാമ്പത്തിക നഷ്ടം കൂടിയിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് പ്രിയദർശിനി പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചത്. ജില്ലയിൽ ഭൂരിഭാഗം ബസ്സുകളും ഓർഡിനറി ആയതിനാൽ ഇവയിലെല്ലാം സൗജന്യ യാത്ര ലഭ്യമാക്കും. ഇതോടെ യഥാർത്ഥത്തിൽ തകർന്നത് സ്വകാര്യ ബസ് മേഖലയാണ്. പദ്ധതി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേക്കിയത് അടിമാലി മേഖലയിലെ ബസ്സുകൾക്കാണ്. പല ബസ്സുകളിലും പേരിനു പോലും യാത്രക്കാരില്ല. ഇതോടെയാണ് വർഷങ്ങളായി മാങ്കുളം, ആനക്കുളം ഉൾപ്പെടെയുള്ള ഉൾമേഖലകളിലേക്ക് സർവീസ് നടത്തിയിരുന്ന ഡേ എക്സ്പ്രസ് ബസ് സർവീസ് അവസാനിപ്പിച്ചത്. കഴിഞ്ഞ 30 വർഷമായിട്ട് മാങ്കുളം, ആനക്കുളം ഭാഗത്തേക്ക് സർവീസ് നടത്തിയിരുന്ന, കോതമംഗലവുമായി ബന്ധപ്പെട്ട് സർവീസ് നടത്തിയിരുന്ന ബസ്സിന്റെ ഉടമയാണ് ഞാൻ. ഏകദേശം 1 വർഷത്തോളമായി നമ്മുടെ സർവീസ് മാങ്കുളം തൊട്ട് കോതമംഗലം വരെ ഏകദേശം ഊന്നുകൽ വരെ 96 രൂപ പോയിന്റിൽ സെയിം ടൈമിൽ വണ്ടി വന്നു. KSRTC ആണ് വന്നത്. സെയിം ടൈമിൽ രാവിലെ 6 മണിക്കാണ്, വെളുപ്പിന് 6 മണിക്കാണ് എൻ്റെ വണ്ടി എടുക്കുന്നത്. ആ സെയിം ടൈമിൽ 6 മണിക്ക് വണ്ടി കൂടെ ഓടി തുടങ്ങി. വൈകിട്ട് 6 മണിക്ക് എൻ്റെ വണ്ടി ഇവിടുന്ന് അടിമാലിയിൽ നിന്ന് മാങ്കുളത്തേക്ക് പോകുന്നു. അത് 5:50, 5:55 KSRTC ഓടുന്നു. എന്നിട്ടും ഞാൻ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം 15 ദിവസമായി നമ്മുടെ പ്രിയദർശിനി പദ്ധതി തുടങ്ങിയിട്ട്. ആ പദ്ധതി തുടങ്ങിയപ്പോൾ ഒരു രീതിയിലും നമുക്ക് ഈ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഉടമകളെ കുറ്റം പറയാനാകില്ലെന്നും തങ്ങളുടെ തൊഴിൽ നഷ്ടത്തിന് സർക്കാർ പോംവഴി കാണണമെന്നും തൊഴിലാളികളും ആവശ്യപ്പെടുന്നു. ആനക്കുളം, കോതമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ഡേ എക്സ്പ്രസ് ബസ്സിലെ കണ്ടക്ടറാണ് ഞാൻ. ഇന്ന് നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന ആ ബസ് പ്രസ്ഥാനം ഇന്ന് കട്ടപ്പുറത്തേക്ക് കയറ്റിയിട്ടിരിക്കുകയാണ്. ഇതുമൂലം ഞങ്ങളുടെ 4 തൊഴിലാളികളുടെ തൊഴിലാണ് ഇവിടെ നഷ്ടമായിക്കൊണ്ടിരുന്നത്. നഷ്ടത്തിലേക്ക് ഓരോ ദിവസവും കൂപ്പുകുത്തുന്ന മുതലാളിമാരെ തെറ്റു പറയാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ പ്രിയദർശിനിയുടെ വരവും അതുപോലെ തന്നെ KSRTCയുടെ വരവും മൂലം ഓരോ ദിവസവും ഇത് നഷ്ടത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാങ്കുളം സർവീസിന് പുറമെ മൂന്നാർ, കോതമംഗലം, എറണാകുളം സർവീസുകൾക്കും പ്രിയദർശിനി ബസ് വെല്ലുവിളിയാകുന്നുണ്ട്. സർക്കാരും ഗതാഗത വകുപ്പും സ്വകാര്യ ബസ് മേഖലയെ സഹായിച്ചില്ലെങ്കിൽ തങ്ങളുടെ കുടുംബങ്ങൾ പട്ടിണിയിലാകുമെന്നാണ് ബസ് തൊഴിലാളികളും പറയുന്നത്. ഏറ്റവും കൂടുതൽ അടിമാലി സെക്ടറിൽ ഓടുന്ന വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ 2 മിനിറ്റ് 3 മിനിറ്റ് ഗ്യാപ്പാണ് ഈ പ്രൈവറ്റ് വണ്ടികൾക്കെല്ലാം കിട്ടിയിരിക്കുന്നത്. 3 ആളോ 4 ആളോ വെച്ചിട്ടാണ് എല്ലാ വണ്ടികളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്കത്. തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാൻ പറ്റുന്നില്ല, ഡീസൽ അടിക്കാൻ പറ്റുന്നില്ല, വണ്ടിയുടെ മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ടാക്സി സർക്കാർ കുറച്ച് തന്നിട്ടുണ്ട്, അത് കാരണം കൊണ്ട് ചെറിയൊരു ആശ്വാസം ഉണ്ടത്. അല്ലാണ്ട് ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നാളുകളായി നഷ്ടം കൂടുകയാണെന്നും അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ സർവീസുകൾ അവസാനിപ്പിക്കേണ്ടി വരുമെന്നും ബസ് ഉടമകൾ പറയുന്നു. തങ്ങളുടെ വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്നതാണ് ഇവരുടെ പ്രതീക്ഷ. സിറ്റി വിഷൻ, അടിമാലി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പള്ളിവാസൽ പോതമേട്ടിൽ മൂന്നാർ പോലീസ് നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിനിയായ 72-കാരി ലക്ഷ്മിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പള്ളിവാസൽ പോതമേടിൽ മൂന്നാർ പോലീസ് നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയായ 72-കാരി ലക്ഷ്മിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നാർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മൂന്നാർ പോതമേട് പ്രദേശത്തെ കടയിൽ നടത്തിയ പരിശോധനയിൽ 150ഓളം ഹാൻഡ്സ് പാക്കറ്റുകളും മറ്റു നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പോലീസ് കണ്ടെത്തി. പോതമേട്ടിൽ നാളുകളായി വാടകയ്ക്ക് കട നടത്തി വരികയായിരുന്നു തമിഴ്നാട് സ്വദേശിനി ലക്ഷ്മി. മൂന്നാർ SHO വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ SI ബിനു ആൻഡ്രൂസ, CPOമാരായ അർജുൻ, ബെസ്റ്റിംഗ് ജോസ്, WCPO ഗീതു എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പരിശോധന നടത്തി പ്രതിയെ പിടികൂടിയത്. പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് വ്യക്തമാക്കി. സിറ്റി വിഷൻ, മൂന്നാർ. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് റോഡ് കയ്യേറി കെട്ടിടവും കല്ലറയും നിർമ്മിച്ചെന്ന ഗുരുതര ആരോപണവുമായി കത്തിപ്പാറത്തടം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളി
കോടതി, ജില്ലാ കളക്ടർ എന്നിവരുടെ ഉത്തരവുകൾ പോലും അവഗണിച്ചാണ് അനധികൃത നിർമ്മാണം നടത്തിയതെന്നാണ് ഇവരുടെ ആരോപണം. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ കത്തിപ്പാറത്തടം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളി വക വസ്തുവിലൂടെ കടന്നുപോകുന്ന പഞ്ചായത്തിന്റെ അഞ്ചുകുടി കത്തിപ്പാറത്തടം പാൽക്കുളമേട് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള റോഡ് കയ്യേറി കെട്ടിട നിർമ്മാണവും കല്ലറ നിർമ്മാണവും നടത്തിയെന്നാണ് പരാതി. കോടതിയുടെയും ജില്ലാ കളക്ടറുടെയും ഉത്തരവ് പ്രകാരം പഞ്ചായത്ത് ചെലവിൽ അളന്ന് സ്ഥാപിച്ച വാർക്ക പോസ്റ്റുകൾ നശിപ്പിച്ച ശേഷമാണ് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായി ഗ്രാനൈറ്റ് ഉപയോഗിച്ച് പൊതുവഴിയിൽ കല്ലറ നിർമ്മിച്ചതെന്ന് പള്ളി കമ്മിറ്റി ആരോപിച്ചു. പഞ്ചായത്ത് അധികൃതരുടെ ഒത്താശയോടെയാണ് റോഡ് കഴിയേറിയുള്ള അനധികൃത നിർമ്മാണം തുടരുന്നതെന്നും ഇവർ കുറ്റപ്പെടുത്തി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ഇല്ലാത്തപക്ഷം പഞ്ചായത്ത് ഉപരോധം ഉൾപ്പെടെയുള്ള സമര പരിപാടികളിലേക്ക് കടക്കേണ്ടി വരുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ഈ വസ്തു കൂടെ കിടക്കുന്ന ഈ റോഡ് മെത്രാങ്കക്ഷികൾ ഗേറ്റിട്ട് അടുത്തതിൽ വെച്ച് നാട്ടുകാരും യാക്കോബ് വിഭാഗക്കാരും കലക്ടർക്കും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും OP ഫയൽ ചെയ്തു. ഹൈക്കോടതിയുടെ ഉത്തരപ്രകാരം കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിന്ന് ഈ സ്ഥലം അളന്നു തിരിച്ച് വാർക്ക പോസ്റ്റ് ഇട്ട് കലക്ടറുടെ മധ്യത്തിൽ ഈ വിഷയം പരിഹരിച്ചിട്ടുള്ളതാണ്. സർക്കാർ ഭൂമിയിൽ അനധികൃതമായി കയറി ഇവിടുത്തെ ഈ മെത്രാങ്കക്ഷിയിൽപ്പെട്ട ഒരു പ്രമാണിയുടെ വഴിയിൽ ഞങ്ങൾ അടക്കരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അടക്കുമെന്ന് പറഞ്ഞ് വഴിയിൽ കുഴികുത്തി അടക്കുകയും ഈ കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിലൂടെ കല്ലറ നിർമ്മിക്കുകയും ചെയ്തു. ഇത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതും തികച്ചും നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്. ഇത് ഞങ്ങൾ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പരാതി കൊടുത്തു. പഞ്ചായത്ത് അധികൃതർ വന്നെങ്കിൽ പോലും ചില പക്ഷാപാതമായ പെരുമാറ്റമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നും നിർമ്മാണങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്തില്ലെങ്കിൽ പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ഭാരവാഹികൾ പറയുന്നു. എന്നാൽ സെമിത്തേരി കടന്നുപോകുന്ന റോഡിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനാൽ അടുത്ത ദിവസം ഈ വിഷയത്തിൽ കമ്മിറ്റിയിൽ ചർച്ച നടത്തി നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി. പള്ളി വികാരി ഫാദർ സജോ പി മാത്യു ഇലവുങ്കൽ, സഹവികാരി ഫാദർ ബിനോയ് ചാക്കോ കുന്നത്ത്, ഫാദർ മനോജ് വർഗീസ് ഊരാച്ചേരിൽ, ട്രസ്റ്റിമാരായ ഷാജി ഏലിയാസ് നിരവത്ത്, ഷിജോ KG കോഴക്കാട്ട്, സെക്രട്ടറി എൽദോസ് കീപ്പാലക്കാട്ട്, കുര്യൻ വെട്ടുകല്ലാങ്കുഴി എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ്. സിറ്റി വിഷൻ ഇടുക്കി. ചെറിയൊരിടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണുവിന് UDF രാജാക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. രാജാക്കാട് ടൗണിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി ആളുകളാണ് സ്വീകരണം നൽകാൻ എത്തിയത്. തിരഞ്ഞെടുപ്പിന് ശേഷം ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട നന്ദി അറിയിക്കുന്നതിന്റെ ഭാഗമായി രാജാക്കാട്ടിലെത്തിയപ്പോഴാണ് UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായി സ്വീകരണം ഒരുക്കിയത്. കർഷകരും തൊഴിലാളികളും ഓട്ടോ ടാക്സി തൊഴിലാളികളും വ്യാപാരികളും തുടങ്ങി നാനാ തുറകളിൽ നിന്നുള്ള നിരവധി ആളുകൾ MLAക്ക് സ്വീകരണം നൽകാനെത്തി. കൺവീനർ ജോഷി കന്യാകുടി, ബ്ലോക്ക് പ്രസിഡന്റ്. ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടായാൽ മാത്രമേ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ കഴിയൂ എന്ന് ഭൂനിയമങ്ങളുടെ പരിഷ്കരണം നടത്തുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞു. നമുക്കറിയാം, രാജാക്കാട് ഉൾപ്പെടുന്ന ഉടുമ്പൻചോലയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഭൂപ്രശ്നങ്ങളാണ്. ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടാകാൻ കഴിയും. ഇവിടെ പുതിയ റിസോർട്ടുകൾ ഉണ്ടാകണം, ഹോം സ്റ്റേകൾ ഉണ്ടാകണം, പുതിയ സംരംഭങ്ങൾ ഉണ്ടാകണം, കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാകണം. ഇതിനൊക്കെ ആവശ്യം ഭൂനിയമങ്ങളുടെ സമഗ്രമായ പരിഷ്കരണമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അത് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഗവർണറുടെ നയപ്രഖ്യാപനം, ബജറ്റില്, അതിനുശേഷമുള്ള നന്ദി പ്രമേയം, ഇതിലൊക്കെ ഈ ആവശ്യങ്ങൾ വളരെ കൃത്യമായി അത് 6 മാസത്തിനുള്ളിൽ നടപ്പിലാക്കും എന്ന് CVD സതീശൻ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. UDF ചെയർമാൻ സിബി കൊച്ചുവള്ളാട്ട്, കൺവീനർ ജോഷി കന്യാകുഴി, R ബാലൻപിള്ള, MB ജോസ, കിങ്ങിണി രാജേന്ദ്രൻ, ബെന്നി തുണ്ടത്തിൽ, KS ശിവൻ, സുധീർ കോട്ടക്കുടി, ബെന്നി പാലക്കാട്ട് തുടങ്ങിയവർ സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ രാജാക്കാട്. NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള +1 പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഇടുക്കി MPA അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. +1 അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചാണ് ഇത്തവണ വിപുലമായ രീതിയിൽ NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ മാനേജർ KP ജെയിൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. വലിയ പ്രതിസന്ധികളെ മറികടന്നാണ് ഇടുക്കി വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം കൈവരിച്ചു മുന്നേറുന്നതെന്ന് MP പറഞ്ഞു. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു ആശംസകൾ നേർന്നു. SNDP യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ പ്രവേശനോത്സവ സന്ദേശം നൽകി. പഞ്ചായത്ത് അംഗങ്ങളായ CR രാജു, ജോഷി കന്യാകുഴി, PTA പ്രസിഡന്റ് VN ഉല്ലാസ, KP സുരേന്ദ്രൻ, PK സുനിൽകുമാർ, പ്രിൻസിപ്പൽ OS റെജി, ഹെഡ്മാസ്റ്റർ ശ്രീനി KR, സ്റ്റാഫ് സെക്രട്ടറി ഷൈനു സുകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജാക്കാട്. അടിമാലി SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം 1ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടന്നു. പ്രവേശനോത്സവം MLA അഡ്വക്കേറ്റ് F രാജ ഉദ്ഘാടനം ചെയ്തു. അടിമാലി SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2026-27 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടന്നു. അടിമാലി B.Ed ട്രെയിനിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ദേവികുളം MLA അഡ്വക്കേറ്റ് F രാജ ഉദ്ഘാടനം ചെയ്തു. മൂന്നാറ് മേഖല ആയാലും ശരി, നമ്മുടെ കാർഷിക മേഖല ആയാലും ശരി, തൊഴിലാളിയുടെ പിള്ളേർക്ക് ഇവിടെ അഡ്മിഷൻ ഉണ്ട്. തൊഴിലാളിയുടെ പിള്ളേർ മൂന്നാറ് മേഖലയ്ക്ക് തോട്ടത്തിൽ പഠിക്കുന്ന, തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് 500 രൂപയുള്ള ശമ്പളം. അവരുടെ കുട്ടികളൊന്ന് പഠിപ്പിക്കണമെങ്കിൽ പഠിത്തം മാത്രമല്ല, ബാക്കിയുള്ള കാര്യമൊക്കെ ഇല്ലേ, ഡ്രസ്സ് മേടിക്കണം, എന്തൊക്കെയോ അല്ലേ, ഫുഡിനുള്ള സാധനം മേടിക്കണം. 500 രൂപ കൊണ്ട് വെക്കുവോ? 1ാം വർഷ വിദ്യാർത്ഥികൾ സ്കൂൾ അധ്യാപകരുടെ കയ്യിൽ നിന്നും അക്ഷരജ്യോതി തെളിയിച്ചു.
പരിപാടിയിൽ PTA പ്രസിഡന്റ് കിഷോർ എസ് അധ്യക്ഷത വഹിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ MS അജി, ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ശോഭ KS, സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ അടിമാലി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷെറിൻ ആൻഡ്രൂസ, അടിമാലി ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് സബ് എഞ്ചിനീയർ ബേസിൽ ബേബി, അസിസ്റ്റന്റ് മാനേജർ അനന്തു M നായർ തുടങ്ങി സ്കൂൾ അധ്യാപകരും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പ്രവേശനോത്സവം നടത്തി. രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രവേശനോത്സവം അഡ്വക്കേറ്റ് സേനാപതി വേണു MLA ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാവരും, എനിക്ക് കുട്ടികളോട് 2 അഭ്യർത്ഥന മാത്രമാണ്. ഒന്ന്, നല്ലതുപോലെ പഠിക്കുക എന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ താൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയില്ല. പക്ഷേ പഠിക്കണം എന്ന് നിങ്ങളോട് ഉപദേശിക്കാനേ എനിക്ക് കഴിയുള്ളൂ. അപ്പോൾ പരമാവധി പഠിക്കുക. കാരണം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരം. അതുകൊണ്ട് നല്ലതുപോലെ വായിക്കുക, പുസ്തകങ്ങൾ വായിക്കണം, പാഠ്യഭാഗങ്ങൾ വായിക്കണം. അതിനോടുപരിയായി മറ്റ് കിട്ടുന്നത് എന്തും വായിക്കുക. അറിവിലൂടെ മാത്രമേ ലോകത്തെ കീഴടക്കാൻ കഴിയുള്ളൂ, വേറെ ഒന്നുമില്ല. ലോകത്തെ കീഴടക്കാൻ കഴിയുന്ന ഏക മാർഗം എന്ന് പറയുന്നത് അറിവാണ്. അതുകൊണ്ട് അറിവ് സമ്പാദിക്കുക. അതിന് കുറുക്കുവഴികളില്ല, വായന മാത്രം, നിരന്തരമായ വായന. 2, എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ അറിഞ്ഞും അറിയാതെയൊക്കെ പലരും പല ചതിക്കുഴികളിലും പെടുകയാണ്. അതിലേറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് മയക്കുമരുന്ന്. മദ്യം അത്രയും ഭീഷണിയല്ല, എന്നാലും ഭീഷണിയാണ് മയക്കുമരുന്ന്. നിങ്ങളാരെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അടിമയാണോ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ 200-2000 സ്കൂളുകളിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോ അതിൻ്റെ പിടിയിൽപ്പെട്ടവരോ ആയ വിദ്യാർത്ഥികളുണ്ട് എന്ന് മുൻ എക്സൈസ് കമ്മീഷണറുടെ ഒരു വെളിപ്പെടുത്തൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നു. സിസ്റ്റർ ജോയ്സ് SH ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പ്രിൻസിപ്പൽ U സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബിൻസി നന്ദിയും രേഖപ്പെടുത്തി. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിബിൻസി അഗസ്റ്റിൻ, വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴി, PTA വൈസ് പ്രസിഡന്റ് അജി കാട്ടുമന, MBTA പ്രസിഡന്റ് ഷിജി ജെയിംസ്, SMC വൈസ് ചെയർമാൻ NR സുഭാഷ, പ്രധാന അധ്യാപിക സിന്ധു ഗോപാലൻ, സീനിയർ അസിസ്റ്റന്റ് VK ആറ്റ്ലി എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. KPCC കലാ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതിയുടെ ചക്കുവള്ളം മണ്ഡലത്തിലെ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ചക്കുവള്ളം മണ്ഡലം കോൺഗ്രസ് ഓഫീസിൽ സംസ്കാര സാഹിതി ചക്കുവള്ളം മണ്ഡലം ചെയർമാൻ ജിനു തുണ്ടയിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം സംസ്കാര സാഹിതി ജില്ലാ ജനറൽ കൺവീനർ PN സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ കൺവീനറായി അശ്വതി KAയെയും ട്രഷററായി ബ്ലസൻ ജെയിംസിനെയും ഉൾപ്പെടെ 11 അംഗ കമ്മിറ്റിയും യോഗം തെരഞ്ഞെടുത്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VV മുരളി, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി റോയി, കോൺഗ്രസ് നേതാക്കന്മാരായ സാബു വയലിൽ, ജെയിംസ് കാവുങ്കൽ, മോഹനൻ കുന്നേൽ, അജി കിഴുവാറ്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയൻ കുഴിക്കാട്ട്, ടോണി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,440 രൂപ, പവന് 1,07,520 രൂപ, വെള്ളി ഗ്രാമിന് 250 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മൂന്നാറിലേക്കുള്ള യാത്ര വിനോദസഞ്ചാരികൾ ഒഴിവാക്കണമെന്ന ഇടുക്കി ജില്ലാ കളക്ടർ. മണ്ണിടിച്ചിലിനെ തുടർന്ന് മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. ശാന്തൻപാറ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർക്കും ഡെങ്കിപ്പനി ബാധിക്കുന്നത് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. ശാന്തൻപാറയിൽ പ്രവർത്തിക്കുന്ന പൊന്മുടി, ബോഡിൻമെട്ട്, ഫോറസ്റ്റ് ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർക്കും ഡെങ്കിപ്പനി.
സ്ത്രീകൾക്കായി സൗജന്യ യാത്ര അനുവദിച്ച പ്രിയദർശിനി പദ്ധതി യാഥാർത്ഥ്യമായതോടെ സാമ്പത്തിക നഷ്ടം മൂലം ഹൈറേഞ്ചിലെ ഉൾമേഖലകളിലേക്കുള്ള സർവീസ് അവസാനിപ്പിച്ച സ്വകാര്യ ബസ് ഉടമകൾ. അടിമാലി, മാങ്കുളം, ആനക്കുളം റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ് സർവീസ് അവസാനിപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പള്ളിവാസൽ പോതമേട്ടിൽ മൂന്നാർ പോലീസ് നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിനിയായ 72-കാരി ലക്ഷ്മിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.